ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ എഡ്പീഷ്യ പ്ലാന്റ്. ഇതിൻ്റെ ഫ്ലവർ റെഡ് കളറിലാണ് ഉള്ളത്. ഇതിൽ പൂക്കൾ നിറച്ചുണ്ട്. പൂക്കൾ ഇല്ലെങ്കിലും ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പൂവിന് റോസ് കളറാണ്. ഇതിൽ ഇപ്പോൾ ഫ്ലവർ ഇല്ല. ഞാൻ കുറച്ച് ദിവസമായതേ ഉള്ളൂ ഇത് റീപോർട്ട് ചെയ്തിട്ട്. മറ്റൊരെണ്ണം കൂടിയുണ്ട്. ഇത് മഞ്ഞ കളറിലുള്ള എപ്പീഷ്യയാണ്. ഇതെല്ലാം ഞാൻ ഒരുമിച്ചാണ് റീപോർട്ട് ചെയ്തത്. ഇതിൻ്റെ ഫ്ലവർ റോസ് കളറാണ്. കണ്ടോ? ഇതിൻ്റെ ഇലകൾ തന്നെ എന്തു ഭംഗിയാണല്ലേ. ഇതുപോലെയുള്ള മറ്റൊരു ചെടിയും കൂടിയുണ്ട്. ഇത് എപ്പീഷ്യ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടുക. എങ്ങനെയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ് നടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ആദ്യം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്ത മണ്ണ് നമ്മൾ ഒരു പോട്ടിലോട്ട് എടുക്കുന്നു. അടുത്തതായി നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ചകിരിച്ചോറ് എടുക്കുന്നു. ചകിരിച്ചോറ് കയ്യിലുള്ളവർ അതെടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ചകിരി എടുത്ത് അതിൻ്റെ ഏറ്റവും അടിയിലായി വയ്ക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ചകിരിച്ചോറ് ഇടുകയാണെങ്കിൽ പോട്ടിന് കുറച്ച് വെയിറ്റ് കുറയും. നമ്മൾ കുറച്ച് മാത്രം മണ്ണ് ഇടുക. ബാക്കി ചകിരിച്ചോറോ ചാണകമോ മറ്റോ ഉപയോഗിക്കുക. കൂടുതലായി നമ്മൾ മണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ ചട്ടിയുടെ വെയിറ്റ് കൂടുകയും വേഗം അത് വളയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പോട്ടെടുക്കാം. പോട്ടിൻ്റെ അടിഭാഗത്തായി ഒരു 2-3 കല്ല് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണും മണലും ഇതിലോട്ട് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് തൈ എടുക്കുന്നു. ഇത് ഞാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന ശേഷം അത് മണ്ണിലോട്ട് നട്ട് വെച്ചിരിക്കുന്നു. അത് ഞാൻ വേറെ പോട്ടിൽ ആക്കിയിരുന്നില്ല. അതാണ് ഞാൻ ഇവിടെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മണ്ണിലോട്ട് ഈ ചെടി നട്ടു കൊടുക്കുക. ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ താമസിച്ചിരുന്നു. ഇപ്പോൾ അത് കുറേ ആയി. അതെല്ലാം കൂടി നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ ചെടി വെള്ളമൊഴിച്ച ശേഷം ഹാങ് ചെയ്ത് ഇടാം. ഇത് എപ്പോഴും ഷെയ്ഡിൽ ഇടുന്നതാണ് നല്ലത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക.